എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ നോർവേയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നോർവേ എത്താറായതോടുകൂടി നോർവേയുടെ പ്രകൃതി ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിലുള്ളൊരു മാളാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. അവിടെ ഇറങ്ങിയിട്ട് അത്യാവശ്യം ടോയ്ലറ്റിൽ പോകാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയതാണ്. ഞങ്ങൾ നോർവേയുടെ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോ എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓസ്ലോ സിറ്റിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ്. റോഡുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അധികം ട്രാഫിക്കോ കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നടന്നു പോകുന്ന ആൾക്കാരും വളരെ ചുരുക്കമാണ്. അധികം ആൾക്കാരെയൊന്നും ഇവിടെ നമുക്ക് റോഡിലൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണമെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇനി രാത്രി സ്റ്റേ ചെയ്തിട്ട് രാവിലെയാണ് ഇനി അടുത്ത യാത്രയുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ താമസം ഈ റാഡിസൺ ബ്ലൂ എന്ന് പറയുന്ന ഈ സ്റ്റാർ ഹോട്ടലിലാണ്. വളരെ നല്ലൊരു സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് ഈ റാഡിസൺ ബ്ലൂ. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ പകർത്തിയതാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് റാഡിസൺ ബ്ലൂ എന്ന ഹോട്ടലിന് മുമ്പിലാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. അപ്പോൾ അതിനുശേഷം ഇന്ന് രാവിലെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നോർവേയിലാണ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ ചിത്രീകരിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ.
project in Oslo called the Fjord City. The Fjord City, meaning that we are going to give, or the politicians said we're going to give the waterfront back to the people. So today's idea is that you can. And what is the reason? We've had for the next years in the future there will be less and less big ships like this coming into the sea. Well, it's controversial because of pollution, and it's very rare. If you go to Copenhagen or St. Petersburg, you will have a shuttle bus taking you about 40 minutes before you come into the city center. Here, the ship is in the city center. ഞാനിപ്പോൾ നോർവേയിലെ ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു ഷിപ്പൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഭയങ്കര വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. Our democracy. Very, very good. It's 160 years old, but I call it a modern building. It's a modern building. Its functions are so clear. It's our people representatives, and we can watch them. Like in the American Congress, they have a circle. At the moment, the king is Harald V. He's 86 years old. His queen Sonja is 86. They have a son, Håkon Magnus. He's 50, and he has a daughter. So, before I pass this world, Håkon Magnus will probably be king. My grandchildren, they will probably find that. നോർവേയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.